കൗമാരകാലത്ത് പിതാവിനാലും യൗവനകാലത്ത് ഭർത്താവിനാലും വാർദ്ധക്യകാലത്ത് പുത്രന്മാരാലും സംരക്ഷിക്കപ്പെടേണ്ട അമൂല്യമായ ഒന്ന് തന്നെയാണ് സ്ത്രീ എന്ന ആശയം. പക്ഷെ നമുക്കറിയാം, ഈ ലിസ്റ്റിൽ പറഞ്ഞവരും അല്ലാത്തവരുമായ എല്ലാവരുമാലും പീഡിപ്പിക്കപ്പെട്ട് ചതച്ചരക്കപ്പെട്ട സ്ത്രീത്വമാണ് നമ്മുടെ മുന്നിലുള്ളത്. വാചകത്തെക്കാൾ വ്യക്തമായി കണക്കുകൾ സംസാരിക്കാറുണ്ട്. കേന്ദ്ര ശിശു വനിതാ വികസന മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് പ്രകാരം 2011 അക്കത്തിൽ പറയുകയാണെങ്കിൽ 1600ഓളം ബലാത്സംഗ കേസുകളും 367ഓളം സ്ത്രീ ജീവനുകളും നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നമുക്കറിയാം, ഒരു നാഗരികത അതിനെ വിലയിരുത്തുന്നത് എത്ര തന്നെ ഭൗതികമായ പുരോഗതികൾ ഉണ്ടെങ്കിൽ കൂടി അതിന് ആ നാഗരികതയ്ക്ക് സ്ത്രീയോടുള്ള മനോഭാവം എങ്ങനെയാണ്, അതാണ് നാം അളവുകോലായി സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തിടെ പ്രശസ്ത കോളമിസ്റ്റ് ഹുമ്ര ഖുറൈശി ഇപ്പൊ അടുത്തിടെ പറഞ്ഞു, സ്ത്രീയുടെ ഓരോ അവയവത്തിനും സംരക്ഷണം നൽകേണ്ട ക്രൈം യുഗമാണ് ഈ സൈബർ യുഗം, ജീർണയുഗം എന്നാണ് ഇതിനെ വിളിക്കേണ്ടത് എന്ന്. ഇത്തരം ഒരു ദശാസന്ധിയിൽ സ്ത്രീയെ സംരക്ഷിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? അതിലേക്കുള്ള ഓരോ പടവുകളാണ്, എന്റെ സ്വപ്നത്തിലെ പടവുകളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഒന്നാമതായി ഞാൻ ആവശ്യപ്പെടുന്നത് ഒരു തിരിച്ചു നടത്തമാണ്, തിരിച്ചു പോക്കല്ല. നമ്മുടെ പാരമ്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് നാം നടന്നു വന്ന സംസ്കാരത്തിന്റെ ഗുണങ്ങളെ, നന്മകളെ പെറുക്കിയെടുക്കാനുള്ള ഒരു തിരിച്ചുപോക്ക് ഇന്ന് അത്യാവശ്യമായിരിക്കുന്നു. നമ്മുടെ മുന്നിൽ വിവിധ സംസ്കാരങ്ങളുണ്ട്. ദേവിയെ പോലെ കുറച്ചൊക്കെ അപാകതകളും വൈകല്യങ്ങളും ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലുള്ള അത്ര വൈകല്യങ്ങൾ ഇല്ലാത്തൊരു സംസ്കാരം, ദേവിയെ പോലെ സ്ത്രീയെ കണക്കിലെടുത്തിരുന്ന ആർഷഭാരത സംസ്കാരം, അതുപോലെ തന്നെ അറേബ്യൻ മണലാരങ്ങളിൽ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾക്ക് ജീവിതവും വാങ്ങിച്ചു കൊടുത്ത പ്രവാചകന്മാരുടെ സംസ്കാരം. ആ സംസ്കാരങ്ങളിലേക്ക് അന്ധമായൊരു തിരിച്ചുപോക്കല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. അതേസമയം ഇന്നത്തെ വിജ്ഞാനത്തിന്റെ മുത്തുകൾ പെറുക്കിയെടുത്തുകൊണ്ട് തന്നെ പാരമ്പര്യത്തിന്റെ നന്മകളെ സ്വാംശീകരിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ തിരിഞ്ഞു നോട്ടമാണ് ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തെ പടവ് ഈ തിരിഞ്ഞു നോട്ടത്തിലൂടെ നമുക്ക് നേടിയെടുക്കാം, അത് തിരിച്ചറിവാണ്. താൻ സംരക്ഷിക്കപ്പെടണമെന്ന ബോധം ഒരു സൃഷ്ടിക്കില്ലെങ്കിൽ പിന്നെ ലോകത്തൊരാൾക്കും അതിനെ സംരക്ഷിക്കാൻ കഴിയുകയില്ല. താൻ ആര് വിളിച്ചാലും പോകുന്ന, ഒരു കണ്ണിറുക്കലിൽ വീണുടയുന്ന പളുങ്ക് പാത്രമാണ്. ആരൊക്കെയോ ആജ്ഞാപിച്ചാൽ കുറച്ച് കറൻസികൾക്ക് വേണ്ടി പരസ്യപലകയിൽ ഏത് ഉടുതുണിയും അഴിച്ചിട്ടുകൊണ്ട് നിൽക്കാവുന്ന വെറും ഒരു ഉൽപ്പന്നമാണ് എന്ന ബോധം മാറ്റി ഒരു സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ് സ്ത്രീകൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഏത് കാക്കക്കും ഓടി വന്ന് കൊത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെള്ളത്തുള്ളിയല്ല, പകരം കൊത്തിയെടുക്കാൻ വന്ന കൊക്കുകളെ പിളർത്തുന്ന വജ്രത്തിന്റെ തുള്ളിയാണ് താനെന്ന ബോധം, സമൂഹത്തിന്റെ ജനനിയാണ് താനെന്ന ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആനയുടെ വലിപ്പം ആനയ്ക്കറിയില്ലല്ലോ. തുളസീദാസിന്റെ കവിതകളിൽ കാണുന്ന കസ്തൂരിമാനെ പോലെ പുൽമേടുകളിൽ എന്തൊക്കെയോ തെരഞ്ഞ് സ്വന്തം ശരീരത്തിലെ സുഗന്ധം മനസ്സിലാക്കാതെ നടക്കുന്ന ഒന്നായി നാം ചുരുങ്ങരുത്. ഈ തിരിച്ചറിവ്, ഈ സ്വത്വബോധം, ഈ അസ്തിത്വബോധം നമുക്ക് നൽകുന്ന സെൽഫ് റെസ്പെക്റ്റിൽ നിന്ന് അടുത്തതായി സ്റ്റെപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തിരിച്ചറിവിന്റെ പ്രായോഗിക പാഠങ്ങളാണ്. ഞാൻ സ്ത്രീയാണ്, ഞാൻ അമൂല്യമായ ഒന്നാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ് സ്ത്രീ. സ്വാഭാവികമായും അവളിലേക്ക് അടുക്കാനും അവളെ സ്വന്തമാക്കാനും ആ സൗന്ദര്യം ആസ്വദിക്കാനും സ്വാഭാവികമായൊരു മനുഷ്യ പ്രകൃതി നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും വിട്ടുമാറി ആർക്കും പിടികൊടുക്കാതെ സ്വയം സംരക്ഷിക്കാനുള്ള ആയോധന മുറകൾ വരെ പഠിച്ചുകൊണ്ട് നാം മാറേണ്ടിയിരിക്കുന്നു. മാർഷ്യൽ ആർട്സ് ആയോധന മുറകൾ നമ്മുടെ വാനിറ്റി ബാഗുകളിൽ ഒരു പൗഡർ ടിന്നിന് പകരം ഒരു പെപ്പർ സ്പ്രേയോ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി പിൻ അടങ്ങുന്ന ഒരു കുപ്പിയോ വെക്കാൻ മാത്രം സ്ത്രീകൾ സ്വയം പര്യാപ്തരാകേണ്ടിയിരിക്കുന്നു. ആ സമയത്തുള്ള യാത്ര, സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലുള്ള ശ്രദ്ധ ഇതും വേണ്ടതാണ്. അടുത്തത് കുടുംബതലത്തിലേക്കും സാമൂഹിക തലത്തിലേക്കും നമ്മുടെ ഇടപെടലുകൾ കടന്നു വരണം. നമ്മുടെ മടിയിൽ ഇരുത്തിക്കൊണ്ട് ശൈശവത്തിന്റെ ബാല്യങ്ങളോട് തന്നെ സ്നേഹത്തിനെ കുറിച്ചും പവിത്രമായ കുടുംബ ബന്ധങ്ങളെ കുറിച്ചും പഠിപ്പിക്കാൻ നാം തയ്യാറാകണം.